പറയടാ. ഐസാക്ക് ഒരെനക്കോ ഇല്ല. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അസാൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ വീഡിയോ ആട്ടോ. അപ്പം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. ജൂലൈ 26 അസാൻ്റെ ബർത്ത്ഡേ. അപ്പം ഇന്നാണ് ഇപ്പം വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അസാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫുള്ള് കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. ഇന്ന് ഉറങ്ങാൻ വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഒരു ഗസ്റ്റും കൂടിയുണ്ട്. പിന്നെ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മുടെ അവരുടെ ഫ്രണ്ട്സ് ഇൽഹാനും ഹംദാനും വരുന്നുണ്ട്. പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടും ഫാമിലീനെയും കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഇതുപോലെയുള്ള അവസരങ്ങളിൽ ആരെങ്കിലും ഉള്ളപ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. നമുക്ക് കുക്ക് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രമാണെങ്കിൽ ഞാൻ ചിലപ്പം ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് അവരും കൂടി വരുന്നതുകൊണ്ട് തന്നെ മട്ടൻ കറിയും പിന്നെ ചിക്കൻ ഇങ്ങനെ റോസ്റ്റാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ടല്ലോ, അങ്ങനത്തതും പിന്നെ ഒറട്ടിയും ഫ്രൂട്ട് സാലഡും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി ആസാൻ എൻ്റെ പിന്നാലെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി തരാനായിട്ട് പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തോ എനിക്ക് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ബർത്ത്ഡേ അല്ലേ വരുന്നത്, അന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട് സാലഡൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും ഫുള്ളായിട്ട് ഷെയർ ചെയ്യുന്നൊന്നുമില്ല. കാരണം ചിക്കൻ റോസ്റ്റിൻ്റെയും പിന്നെ മട്ടൻ കറീൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ചിക്കന് സാധാരണ നമ്മുടെ സവാള വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ തക്കാളി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിട്ട് വരണം. അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു ടൈം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് അതിലേക്ക് പൊടികളിട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു റോസ്റ്റിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. പൊടികളൊക്കെ വഴറ്റേണ്ടി വരുന്ന പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടിട്ടില്ല കേട്ടോ. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് നന്നായിട്ട് റോസ്റ്റാക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്തത്. ആ ഒരു സമയത്ത് മട്ടനും കൂടി റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം റെസിപ്പിയൊന്നും ഞാൻ ഫുള്ളായിട്ടൊന്നും ഷെയർ ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ഇക്ക പോയി കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് നമ്മുടെ സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വലിയ പരിപാടിയൊന്നുമില്ല, ചെറുതായിട്ട്, എന്നാലും അവരുടെ സന്തോഷമാണല്ലോ. അപ്പം ഇൽഹാനും ഹംദാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ.
your health. Thank you, Rada. നിന്റെ ബർത്ത്ഡേ അല്ലല്ലോ, പിന്നെന്തിന് നിനക്ക്? അല്ലേ അസാനെ? What is it? Piano. അതോടെ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അസാനും ഈ കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എത്ര കാറുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കാർ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. ചെറുതായാലും കുഴപ്പമില്ല, കാറ് വേണം, ഭയങ്കര നിർബന്ധമാണ്. ഇപ്പോൾ രാത്രിയൊക്കെ കിടന്ന് ഉറങ്ങുമ്പോഴാണെങ്കിലും അടുത്തൊരു കാറ് വെച്ചിട്ടുണ്ട്, അത് വെച്ച് കളിച്ചാട്ടോ കിടന്നുറങ്ങുന്നത്. അപ്പം അങ്ങനെയായിട്ട് ഒരു കാറും ഈ ടയർ ഷൂസ് ഉണ്ടല്ലോ അതും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ആയിട്ട് പറയുന്നുണ്ട് ഈ ടയർ ഷൂസ് വേണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അസാൻ്റെ സൈസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലത്തേക്ക് പോയി നോക്കിയിട്ട് അവസാനം നെസ്റ്റോയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നെസ്റ്റോയിൽ പോയപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു സൈസ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഒരു മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്കിഷ്ടപ്പെട്ടതിൽ സൈസ് ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇപ്പം നെസ്റ്റോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതായിരുന്നു ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി നമ്മുടെ ഗസ്റ്റൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റാണ് കേട്ടോ ഫ്രൂട്ട് സലാഡ്. ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, വിശപ്പിൻ്റെ കൊണ്ടിട്ട് പെട്ടെന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ നവാൽ കേട്ടോ, അപ്പോൾ അസാൻ്റെ ഫ്രണ്ടാണ്. അപ്പം നവാലും അസാനും തമ്മിൽ 4 days ഗ്യാപ്പാട്ടോ ഉള്ളത്. അവളുടെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എന്നെ അഡ്മിറ്റാക്കി, അങ്ങനെയാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.